തിങ്കളാഴ്ച നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോഴാണ് ഇവിടെ കിട്ടിയത്. നട റോട്ടി പെറ്റു കിടന്നു. നായയുടെ കുര കേട്ടാ നോക്കിയത്. ചോദ്യം ചെയ്തപ്പോ ഒരക്ഷരം പറയുന്നില്ല. അല്ലേ മേരിക്കുട്ടി? അതെ സാർ, ഞാൻ ഈ നിൽക്കണ ലക്ഷ്മിക്കുട്ടി സാറും കൂടിയാ ചോദ്യം ചെയ്തേ. ഇവിടെ ഒരു അക്ഷരം മിണ്ടണില്ല. ഊമയാണോന്ന് ഉറപ്പില്ല. ഇടയ്ക്കിടയ്ക്കൊരു ശബ്ദം ഉണ്ടാക്കും. എന്താ പേര്? എവിടെയാ നാട്? കുഞ്ഞ് കരയുന്ന കേട്ടില്ലേ? അതിന് പാല് കൊടുക്കണ്ടേ? നിന്റെ കുഞ്ഞല്ലേ, പാല് കൊടുക്ക. ഇതാണ് സാർ ഇവളുണ്ടാക്കുന്ന ശബ്ദം. ഇവരെ തൽക്കാലം ജനറൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്യും. എന്നിട്ട് ഡോക്ടർ പണിക്കരോട് ഒരു തറോ ചെക്കിന് പറയണം. മെഡിക്കൽ കോളേജിൽ നിന്ന് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രാജൻ അവരൊന്ന് വരാൻ പറയണം. ഈ കുഞ്ഞ് ഇവളിതിനെ തിരിഞ്ഞു നോക്കുന്നില്ല സാർ. ആ, തൽക്കാലം ഈ കുഞ്ഞ് അവരുടെ കൂടെ തന്നെ കിടക്കട്ടെ. യു മേ ടേക്ക് എന്നാ. നടക്ക് ഇങ്ങോട്ട്, ഇങ്ങോട്ട് അകത്ത് കയറി. ഇതെവിടെ? പാല് കൊടുക്ക. നിന്റെ കുട്ടി കരണ കേട്ടില്ലേ? അതിന് വിശന്നിട്ടാ. പാല് കൊടുക്ക. എന്താ നിന്റെ പേര്? ചോദിച്ചു കേട്ടില്ലേ? അങ്ങോട്ട് മാറ്. പാലില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കും, ഒരു തിരുനനച്ചിട്ട്. ഞാനും 4 പെറ്റതാ. നീ പോയിട്ട് ആ സൈമണോടൊന്ന് വരാൻ പറയും. ഒരു ഔൺസ് മിൽക്ക്, പഞ്ചാര ഇട്ടിട്ട്, ഒരു കഷ്ണം തുണി അഴുക്കുണ്ടാവരുത്, സ്റ്റെറിലൈസ്ഡ്. എനിക്ക് ആ കുട്ടി എടുക്കാൻ കൊതിയാവുന്നു സുമേച്ചി. ഞാൻ അതിന്റെ കരച്ചിൽ മാറ്റാം. കുട്ടി, നീ എന്തെങ്കിലും? എനിക്കൊരു ദണ്ണവുമില്ല. അയാൾക്ക് 2ാം കെട്ടിന് എന്നെ ഭ്രാന്തത്തിയാക്കിയതല്ലേ. ബിന്ദു എടുത്തോ, എന്നിട്ട് കരച്ചിൽ മാറ്റാം. എന്താടാ ചൊക്ക കുട്ടിയല്ലേ? എന്താ ഇത്? ഒരു മനുഷ്യ സ്ത്രീയല്ലേ? കാഴ്ച ബംഗ്ലാവിൽ ചന്നായി കുളിപ്പിക്കുന്ന പോലെ. അതും രോഗിയായ ഒരു സ്ത്രീ എങ്ങനെ ഉപദ്രവിക്കാവോ? അല്ല, കുളിപ്പിക്കാൻ പറഞ്ഞപ്പോ ഞങ്ങളിങ്ങനെ ചന്ദ്രൻ പോണം. കണ്ടു, വലിയ ഡോക്ടറെ അടുത്ത് വെച്ച് കണ്ടു.
അത് വലുതാകാതിരിക്കട്ടെ. വലുതായാൽ അത് ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ അതിനെ കൊല്ലും. ഓ അയ്യോ അയ്യോ വേണ്ട വേണ്ട. മജിസ്ട്രേറ്റ് അവരെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. കൃത്യമായ ഒരു പോലീസ് കേസ്. രോഗിയെ അഡ്മിറ്റ് ചെയ്തു. ബട്ട് ഈ ന്യൂ ബോൺ നമ്മൾ എന്ത് ചെയ്യും? സർ, നിയമം അറിയാം, നിയമം നോക്കുമ്പോൾ. പക്ഷെ ഇവിടെ നിയമം മാത്രം നോക്കിയാൽ മതിയോ? മനുഷ്യത്വം തോന്നില്ലേ ഭ്രാന്താശുപത്രിയിൽ? സർ, നമ്മൾ മനുഷ്യത്വമൊക്കെ പറഞ്ഞിരുന്ന ഈ ഹോസ്പിറ്റലിന് അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. രേഖയില്ലാത്തൊരു അഡ്മിഷൻ. ഈ കുട്ടി ആര് അഡ്മിറ്റ് ചെയ്തു? എന്തിന്? ഉം. സർ, ഞാൻ പറയുന്നത് ഇതൊരു കീഴ്വഴക്കമായാൽ എല്ലാ രോഗികൾക്കും മക്കളും അമ്മമാരും ഒക്കെ ഉണ്ടാവും. ഉം. അവര് സിസ്റ്റർ, അവരാ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. സർ, അതിന് പെറ്റതാണെന്ന് ഒരു വിചാരവുമില്ല. ആ, ചിലപ്പോൾ പ്രസവത്തോട് മനോനില തെറ്റുന്നതും ചിലപ്പോൾ സമനില തിരിച്ചു കിട്ടുന്നതും ഉണ്ട്. സിസ്റ്റർ, ഒരു ഫീഡിംഗ് ബോട്ടിൽ വാങ്ങാൻ പറയും. ക്യാൻറ്റീനിൽ നിന്ന് കുറച്ച് പാൽ. ശരി സർ. എന്താ ഇത്ര കാണാൻ? അവിടെ നീങ്ങിന്ന്. എന്താ കുട്ടാ, ചക്കര കുട്ടിയല്ലേ? ദാ, കൊടുത്തു. Look here. Must be clean. നിപ്പിള് നന്നായിട്ട് കഴുകിയിട്ടില്ലേ? Take care. Cleanliness is God. ഡോക്ടർ, ഞാൻ യു ആർ റൈറ്റ് ആൻഡ് ഇറ്റ്സ് ക്ലീൻ. ബിന്ദു കുഞ്ഞിനെ കൊടുത്തേ. ഉം. How is she? She's okay. കില്ലേരി. ഡോക്ടർ, ഇതാ ഇവിടെ ആകെ ഉണ്ടാക്കുന്ന ശബ്ദം. എന്തോ കില്ലേരി. കില്ലേരിയോ? ഇതെന്ത് ഭാഷയാ? എന്താണെന്നറിയില്ല. ചിലപ്പോ ഭാഷ തന്നെ ആവണമെന്നില്ല. സം അൺനോൺ സൗണ്ട്. ഒന്ന് കുളിച്ച് ശുദ്ധമാവാൻ വേറൊന്നും വേണ്ട. മനുഷ്യനായ ശുദ്ധമാവണ്ടേ? ശുദ്ധമാവാൻ അകവും പുറവും ശുദ്ധമാവാതെ ശുദ്ധിയുള്ള ഒരെണ്ണമില്ല ഈ ലോകത്ത്. ഈ ലോകം തന്നെ. മതി, എത്ര നേരെ കുളിച്ചുടിച്ച് തേഞ്ഞു പോയല്ല. മതി നമ്പീശ. നിങ്ങൾക്കറിയില്ല, ലോകത്തിന്റെ അധപ്പതനത്തിന്റെ മുഖ്യ ഹേതു മനുഷ്യന്റെ അശുദ്ധിയാ. ശരീര മനസ്സുകൾ ശുദ്ധമാവാതെ പ്ലീസ് ഞാൻ ഒന്നുകൂടെ കുളിച്ചോട്ടെ. ഇനി പറയണ കേട്ടില്ല, ഞാൻ ലോനപ്പേട്ടനെ വിളിക്കും. ഈ യോഗം അല്ലാതെ എന്താ പറയാ? കുട്ടിയില് കുളിക്കാത്തതൊരു തല്ലുകൊണ്ട് ഇപ്പൊ കുളിച്ചത്. ലോനപ്പേട്ട ഒന്നും വന്നേ. എവിടെ ഒരാളുടെ കുളി കഴിയുന്നില്ല. ഇവന്റെ കുളി ഇതുവരെ നിന്റെ കുളി ഇതുവരെ കഴിഞ്ഞിട്ടില്ലടാ. നിന്റെ കുളി ഇങ്ങോട്ട് വേണം, ഇങ്ങോട്ട് വേണം. ഇതിന് നിക്കണോ നമ്പീശ? ഈ കുളി നിർത്തിയാൽ നമ്പീശന് വീട്ടിൽ പോവാ. എനിക്ക് ആ വീട് പുഷ്പകം. അവിടെ ഞാനങ്ങോട്ട് ചെല്ലാതിരിക്കാനാ അവരിവിടെ കൊണ്ട് കാശ് കൊടുക്കുന്നത്. പോയല്ല. മതി നമ്പീശ. നിങ്ങൾക്കറിയില്ല, ലോകത്തിന്റെ അധപ്പതനത്തിന്റെ മുഖ്യ ഹേതു മനുഷ്യന്റെ അശുദ്ധിയാ. ശരീര മനസ്സുകൾ ശുദ്ധമാവാതെ പ്ലീസ് ഞാൻ ഒന്നുകൂടെ കുളിച്ചോട്ടെ. ഇനി പറയണ കേട്ടില്ല, ഞാൻ ലോനപ്പേട്ടനെ വിളിക്കും. ഈ യോഗം അല്ലാതെ എന്താ പറയാ?
കുട്ടിയില് കുളിക്കാത്തതൊരു തല്ലുകൊണ്ട് ഇപ്പൊ കുളിച്ചത്. ലോനപ്പേട്ട ഒന്നും വന്നേ. ദേ ഇവിടെ ഒരാളുടെ കുളി കഴിയുന്നില്ല. ഇവന്റെ കുളി എടാ നിന്റെ കുളി ഇതുവരെ കഴിഞ്ഞിട്ടില്ലടാ. നിന്റെ കുളി ഇങ്ങോട്ട് വേണം, ഇങ്ങോട്ട് വേണം. ഇതിന് നിക്കണോ നമ്പീശ? ഈ കുളി ഒന്ന് നിർത്തിയാ നമ്പീശന് വീട്ടിൽ പോവാ. എനിക്ക് ആ വീട് പുഷ്പകം, അവിടെ ഞാനങ്ങോട്ട് ചെല്ലാതിരിക്കാനാ അവരിവിടെ കൊണ്ട് കാശ് കൊടുക്കുന്നത്. വരച്ചോ. ഇന്നെന്താ പുതിയ കണ്ടുപിടുത്തം? കണ്ടുപിടിക്കാൻ ഒന്നും കാണുന്നില്ല. ആകാശത്താണ് അത്ഭുതങ്ങൾ. ആകാശത്തിന്റെ അനന്തതയിൽ 40,000 കോടി തേജോഗോളങ്ങൾ. മനസ്സിലായോ? മനസ്സിലാവില്ല. ലോകം ഉണ്ടായ മുതൽ മനുഷ്യ ശരീരം ഇതേ വിധമാണ്. എന്നിട്ടും അത് മനസ്സിലാക്കാനാവാത്ത നിങ്ങൾ എന്താ അംബീഷ? ഹൗ ആർ യു? ഫൈൻ ഡോക്ടർ. പക്ഷെ അതൊരു ഭംഗിവാക്ക് മാത്ര. മനുഷ്യനൊന്ന് കുളിക്കാൻ കൂടി കുറ്റമല്ല വിവേകാനന്ദൻ പറഞ്ഞത്. ഇതൊരു ഭ്രാന്താലയ. നേരെയാക്കാം. ഡോക്ടർ ദേ നോക്കിയേ, ഈ ചന്ദ്രമണ്ഡലത്തിലെ രേഖ. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ലൂന. അതാണ് പ്രതിഭയുടെയും ഭ്രാന്തിന്റെയും മണ്ഡലം. പ്ലീസ് ഡോക്ടർ, ആ കൈയൊന്ന് കാണിച്ചേ. ഞാൻ കൃത്യമായിട്ട് ഫലം പറയാം. പക്ഷേ എന്റെ പ്രവചനത്തിന്റെ ശക്തിയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഹലോ പെരിഡോൾ കൊടുക്കുന്നില്ലേ? ചന്ദ്ര സാർ വേണ്ടെന്ന്. കണ്ടിന്യൂ ദാറ്റ്. ശരി സാർ. പുതിയ കവിത? അത് കവിത വനിതാ ചൈവ സ്വയം ആഗതാവര എന്നാണ് സംസ്കൃതം. കവിതയും വനിതയും തനിയെ വരണം, എന്നാലേ നന്നാവൂ. ഡോക്ടർ, താങ്കളുടെ ഈ ജൂനിയേഴ്സ് ഇല്ലേ, ഒന്നും അത്ര ശരിയല്ല. എല്ലാം പരിഹരിക്കാം. പുതിയ ശബ്ദം വല്ലതും കേൾക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും കേൾക്കുന്നില്ല. എപ്പോ എങ്ങനെയാ? നോക്ക് നോക്ക്, ഇവിടെ നോക്ക്. സുന്ദരിക്കുട്ടി, എന്താ നോക്കുന്നേ? ഇങ്ങോട്ട് അയ്യോ, എന്റെ ഫയലെല്ലാം നനച്ചല്ലോ കുട്ടി. സാരമില്ല കേട്ടോ. വാ. ലീഗൽ പ്രൊസീജിയേഴ്സ്. ഒരു കുട്ടിയെ മെന്റൽ ഹോസ്പിറ്റലിൽ വളർത്താൻ സർ. നിയമം. നിയമത്തിന് ഹൃദയമില്ല. ഹൃദയം ഡോക്ടർ, ഇറ്റ്സ് ഓൺലി എ പമ്പിംഗ് മെഷീൻ. ഞാൻ മജിസ്ട്രേറ്റിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക. ആൻഡ് വെയിറ്റ്. അല്ല എന്ത് ചെയ്യാൻ പറ്റും? നമ്മളതിനെ റോഡിൽ ഉപേക്ഷിക്കണം. ഞാൻ തീരുമാനിച്ചു, ഈ കുട്ടി ഇവിടെ തന്നെ വളരട്ടെ. സർ, അത് രോഗമില്ലാത്തൊരു കുട്ടി മെന്റൽ ഹോസ്പിറ്റലിൽ I know.
ആയിനോ തൽക്കാലം ഈ കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ കൂടെ തന്നെ വളരും. വാര്യർ സാർ സൈക്കാട്രിസ്റ്റ് ആവേണ്ട ആളല്ല. ക്രിസ്ത്യാനി അച്ഛ പള്ളിയിലച്ഛനാവാം. ആ അതും വിഷമാ. പള്ളി ഭരണം എളുപ്പമല്ല. ഭ്രാന്താശുപത്രി ഒരു മാനസികാരോഗ്യ നിലയമാണെന്ന് തെളിയിച്ചത് വാര്യർ സാറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ, മനുഷ്യാവകാശ കമ്മീഷന്റെ സർട്ടിഫിക്കറ്റ്. ഉവ്വ് മനുഷ്യാവകാശം. 2-4 പേരെ കൊന്നവനെ വരെ പൂട്ട് പൂജിക്കണം. ക്രിമിനൽസിനെ വേണ്ട, ഏതോ വിഭ്രാന്തിയിൽ കൊല ചെയ്തവരെ. സുമതി, എന്താ പ്രത്യേക കേസിന്റെ പേര്? എന്തോ കില്ലേരി. ആ കില്ലേരിയെ കൊണ്ടുവരൂ, ഞാൻ ഓപ്പിയിലുണ്ടാവും.